ഇതാണ് നമ്മുടെ മിനി പിസ്സ. ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് അടിപൊളി ഒരു മിനി പിസ്സ ഉണ്ടാക്കാം. അത് നമ്മൾ ഉണ്ടാക്കുന്നത് ഓവനൊന്നും ഇല്ലാതെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. നമുക്കിനി ആദ്യം പിസ്സ ബ്രെഡിനുള്ള മാവ് കുഴച്ച് വെക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദമാവാണ്. ആദ്യം നമുക്ക് അതിനുള്ള ഈസ്റ്റ് റെഡിയാക്കി എടുക്കാം. നമുക്കിനി ഒരു പാത്രത്തിൽ 1.5 ടീസ്പൂണ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതാവുമ്പോൾ പെട്ടെന്നാവും. അതിൻ്റെ കൂടെ 1.5 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമുക്കിനി ഇളം ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പഞ്ചസാരയും ഈസ്റ്റും കലങ്ങുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് ഇവിടെ ഒരു 15 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നന്നായിട്ട് പൊന്തി വരും. കണ്ടില്ലേ, നമ്മളെ ഈസ്റ്റൊക്കെ 15 മിനിറ്റ് കൊണ്ട് പൊന്തി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്കിനി ഒരു പാത്രത്തിൽ മാവൊന്ന് കൊട്ടി കൊടുക്കാം. 2 കപ്പ് മൈദ മാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇനി ഇതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഈസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇച്ചിരിച്ച വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വെള്ളം ഒന്നോടെ ഒഴിച്ചാൽ വെള്ളം ചിലപ്പോൾ കൂടിപ്പോവും. മാവ് നമ്മൾ നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞ് കണ്ടില്ലേ, ഇതേപോലെ കുഴച്ചെടുക്കുക മാവ്. കണ്ട ഇത്തിരി നൈസിൽ. ഇനി നമുക്കിത് 1 മണിക്കൂർ ഈ പാത്രത്തിൽ തന്നെ വെക്കാം. നമുക്കിനി ഇത് വെക്കുന്ന പാത്രത്തിൽ ഇച്ചിരി ഓയിൽ പുരട്ടി കൊടുക്കുക. അതെന്തിനാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇതിലത് ഒട്ടിപ്പിടിക്കുള്ളൂ. ഒട്ടിപ്പിടിക്കാതെ ഇരിക്കാനാണ് ഓയിൽ പുരട്ടി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മാവ് ഇതിലും കൂടി ഇച്ചിരി ഓയിൽ പുരട്ടിയിട്ട് വെക്കാം. നമ്മൾ മാവിലും ഓയിൽ പുരട്ടി പാത്രത്തിലും ഓയിൽ പുരട്ടി. ഇനി നമുക്കൊരു നനഞ്ഞ തുണി വെച്ച് മൂടി വെക്കാം. ഇത് 1 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. കുഴച്ച മാവ് 1 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അതിനുള്ള സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 6 തക്കാളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളി ഒന്ന് ഇതേപോലെ വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അതെന്തിനാ വെച്ചിട്ടാ, നമുക്ക് തോല് കളയാൻ എളുപ്പത്തിനാണ് ഈ വരയണത് കേട്ടോ. ഇതിലിട്ട് കൊടുക്കാം. എല്ലാ 6 എണ്ണവും നമുക്ക് അതേമാതിരി ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. എടുത്ത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ തോല് വേഗം ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരോ വര കൊടുത്ത് വെച്ചത്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് തോല് വരുന്നില്ലേ? ഇനി നമുക്ക് ഇതിവിടെ വെച്ച് മുറിച്ചിട്ട് നമുക്കിതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം. അതിൻ്റെ കണ്ണൊക്കെ ഒന്ന് മുറിച്ച് കളയാം. എല്ലാതും നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. നമ്മുടെ തക്കാളിയുടെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ? ഈ കുരു കളയണത് എന്തിനാന്ന് പറഞ്ഞാൽ അതിലൊരു കട്ടി ഉണ്ടാവും. ആ കട്ടി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുരു കളയണത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. നമ്മുടെ സോസ് കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. തക്കാളി കണ്ടില്ലേ? ഇനി നമുക്കിത് ഉണ്ടാക്കാം.
നമുക്കിനി സോസ് ഉണ്ടാക്കാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിൽ 1 ടീസ്പൂണ് വെളുത്തുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇനി നമുക്ക് കുനുകുന അരിഞ്ഞ വലിയ ഉള്ളി 1.5 ടേബിൾ സ്പൂണ് അത് ഇട്ട് കൊടുക്കാം. ഈ സോസ് ഉണ്ടാക്കാനുള്ള വെളുത്തുള്ളിയും ഉള്ളിയും നല്ല കുനുകുനായിട്ട് നന്നായിട്ട് അരിയണം കേട്ടോ. ഇപ്പോൾ ഉള്ളിയുടെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി കണ്ടില്ലേ അടിച്ചു കൊണ്ടുവന്ന് തക്കാളി ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പാകത്തിന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര ഇടുന്നത് എന്തിനാ വെച്ചാൽ പുളി ഒന്ന് ബാലൻസ് കിട്ടാനാണ്. പുളി ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്. തക്കാളി പുളിയുള്ളതല്ലേ, അതുകൊണ്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇതിന് നന്നായിട്ട് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കട്ടിയായി വരട്ടെ. നമുക്കിനി ഇതേപോലെ കട്ടിയായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണ് തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഒറിഗാനോ പറയുന്ന സാധനം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1 ടീസ്പൂണ് വറ്റൽ മുളക് പൊടിച്ചതിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊക്കെ പാടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെക്കാം. അതായത് ഈ കട്ടിയിലെടുക്കുക, കണ്ടില്ലേ? നമുക്കിത് ഇറക്കി വെക്കാം. നമ്മൾ കുഴച്ച മാവ് കണ്ടില്ലേ, പൊന്തി നല്ല തോനെ ആയിക്കണം, നല്ല സോഫ്റ്റായിട്ട്. ആ മാവ് ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റായി. അത് ഇനി നമുക്കൊരു 12 ഉരുളകളാക്കി എടുക്കാം. എല്ലാ ഉരുളകളും ഒരേപോലെ ആക്കിയെടുക്കാം. നമ്മുടെ മാവൊക്കെ കുഴച്ച് ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പരത്തിയെടുക്കാം. നമുക്കിനി ഒരു ഉരുള എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കാം. ഇച്ചിരി കനത്തിൽ വേണം പരത്താൻ. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് സൈഡൊക്കെ ഒന്ന് നന്നായിട്ടിങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മളിനി പരത്തുമ്പോൾ തന്നെ ഇതിൽ ഓരോരോ ഓട്ട തുളച്ച് കൊടുക്കാം. ഇതാ ഈർക്കിൽ കൊണ്ട് ഇങ്ങനെ വെച്ച്. ഈ ഓട്ട എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളിതിൽ സോസ് തേക്കുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരെ കയറിയിരിക്കാനാണ്. നമുക്കിത് മാറ്റി വെക്കാം. കണ്ടില്ലേ, ഇങ്ങനെ പരത്തുക. ഇനി നമുക്കൊരു ചട്ടിയിലിട്ട് ഇതിൻ്റെ പകുതി വേവാക്കിയിട്ട് ചുട്ടെടുക്കാം. പകുതി വേവാവാനേ പാടുള്ളൂ. 1 വർഷം മാത്രം. നമുക്കൊരു 3 എണ്ണം അതിലിട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് കൊടുക്കാവുന്ന. ഇനി നമുക്കിനി എടുക്കാം. ഒരു സൈഡ് മാത്രം ചെറുതായിട്ട് വെന്താൽ മതിയേ. അങ്ങനെ നമ്മുടെ പിസ്സ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് നല്ല അടിപൊളി പിസ്സയാക്കി എടുക്കാം. നമുക്ക് ഒരു ബ്രെഡ് എടുത്തിട്ട് ഇവിടെ വെക്കാം. വെച്ചിട്ട് ഇതിൽ നമുക്ക് 1 സ്പൂണ് സോസ് വെച്ച് കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും ആവണതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ ക്യാരറ്റ് ഉരതിയിട്ട് കൊടുക്കാം. അത് എല്ലായിടത്തും ആവണതുപോലെ ഇട്ട് കൊടുക്കുക. നമുക്കിതിൻ്റെ മേലെ ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം.
2 തക്കാളി വെച്ച് കൊടുക്കുക. ഈ ഉള്ളി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും അതിൻ്റെ മേലെ ഇതിട്ട് കൊടുക്കാം, ചീസ്. ഇതിൻ്റെ മേലെ നമുക്ക് വറ്റൽമുളക് പൊടിച്ചത് ഒരു നുള്ളിട്ട് കൊടുക്കാം. ഒറിഗാനോ ഇട്ട് കൊടുക്കാം ഇച്ചിരി. അങ്ങനെ നമ്മുടെ പിസ്സ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ നമ്മളെ പിസ്സ. ഇനി എല്ലാതും നമുക്ക് ഇതേപോലെ ആക്കി എടുക്കാം. 5 മിനിറ്റ് നല്ല ചൂടായ പാത്രത്തിൽ 3 എണ്ണം നമുക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ചെറിയ തീയെ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോവും. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അയ്യോ, നമ്മുടെ ചീസൊക്കെ കണ്ടില്ലേ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. എന്ത് സൂപ്പറാ വന്നിക്കണ്. ഇതാണ് നമ്മുടെ മിനി പിസ്സ. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ മാവ് കുഴച്ച് 1 മണിക്കൂർ വെക്കണം. ആ താമസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഇതാ പറയുമ്പോഴത്തേക്ക് ഉണ്ടാക്കാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യും കൂടി ചെയ്യണേ.